സ്വർണ്ണവില സർവ്വകാല റെക്കോർഡുകളെയും ഭേദിച്ച് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിൻ്റെ വില $4000 എന്ന മാർക്കിനെ ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 12,000 രൂപയ്ക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണവില തീരുമാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണവിലയ്ക്ക് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്? ഇനി അങ്ങോട്ട് സ്വർണ്ണത്തിൻ്റെ വിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ഇത് ഉയരുമോ, താഴുമോ, സ്റ്റേബിളായി നിൽക്കുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ സ്വർണ്ണവിലയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സോ അത്തരം കാര്യങ്ങളിലെ ട്രെൻഡുകൾ മനസ്സിലാക്കി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും ഡേറ്റ അനാലിസിസും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഈ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ പല AI മോഡലുകൾക്കും ഇത്തരം ടാസ്കുകളൊക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, പല ബിസിനസ്സുകളും ഇൻവെസ്റ്റേഴ്സുമൊക്കെ ഇത്തരം AI ടൂളുകളെയും അതിൻ്റെ ഡേറ്റയും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയായി ഇന്ന് AI മാറിയിരിക്കുകയാണ്. സോ ആ ഒരു ടെക്നോളജിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഞാനൊരു 2 day ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാം സജസ്റ്റ് ചെയ്യുന്നത്. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെയാണ് ഈ ട്രെയിനിങ് നടക്കുന്നത്. സാധാരണയായി 10,000 രൂപയൊക്കെ വില വരുന്ന ഈ ഒരു ട്രെയിനിങ് ഔട്ട്സ്കിൽ എന്ന പ്ലാറ്റ്ഫോം നമുക്ക് സൗജന്യമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈവ് ഇൻ്ററാക്റ്റീവ് ട്രെയിനിങ്ങിലൂടെ 10ലധികം AI ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പേഴ്സണൽ AI ടൂൾ കിറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡേറ്റ അനാലിസിസ്, അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെയൊക്കെ ഒരു ലൈൻ കോഡിൻ്റെ പോലും സഹായമില്ലാതെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, പ്രൊഫഷണൽ ആയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും പ്രസൻറ്റേഷനുകളും ഒക്കെ AI ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ തയ്യാറാക്കാം, AI ഏജൻറ്റുകളെയും ടൂളുകളെയും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി 40ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം പ്രൊഫഷണൽസ് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു. നിങ്ങളിനി ടെക്ക്, നോൺ ടെക്ക്, മാനേജ്മെൻറ്റ്, HR, പോളിസി ഇങ്ങനെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കുക. അതോടൊപ്പം ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും അടിസ്ഥാനത്തിലാണ് സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വർണ്ണത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് വരെ നമ്മൾ ഭൂമിയിൽ ഖനനം ചെയ്തെടുത്തിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2.16 ലക്ഷം ടണ്ണാണ്. ഇനി ഖനനം ചെയ്യാൻ സാധ്യതയുള്ള സ്വർണ്ണത്തിൻ്റെ അളവായിട്ട് പലരും എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വെറും 50,000 ടൺ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ലിമിറ്റഡ് സപ്ലൈ ഉള്ള സ്വർണ്ണത്തിൻ്റെ പുറത്ത് എത്രത്തോളം ഡിമാൻഡ് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില കൂടും, ഡിമാൻഡ് കുറയുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില കുറയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഉയരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഉയർന്നു വരികയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്നത്? അപ്പോൾ അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇൻ്റർനാഷണൽ എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യം. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു 100 വർഷത്തെ സ്വർണ്ണവിലയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പല അവസരങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചാർട്ടിൽ വലിയൊരു ഹൈക്ക് ഒറ്റയടിക്ക് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചില സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1970-80 കാലഘട്ടം നോക്കുകയാണെങ്കിൽ അപ്പോഴും ഒരു ഉയർച്ച വന്നിരിക്കുന്നത് കാണാം. അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് പിന്മാറിയതോടുകൂടി വലിയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ സ്വർണ്ണവിലയിൽ ഉയർച്ച ഉണ്ടാകുന്നത്. ഇനി 2008-2010 കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി അപ്പോഴും സ്വർണ്ണവില കുതിച്ചുയരുന്നത് കാണാം. 2020കളുടെ ആരംഭത്തിൽ കോവിഡിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴും സ്വർണ്ണവില കുതിച്ചുയരുന്നു. 2025 ശേഷം
ആദ്യ കാലഘട്ടങ്ങളിൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ താരിഫ് നയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുന്നു. ഇപ്പോഴിതാ വീണ്ടും അതുപോലെയുള്ള പ്രശ്നങ്ങൾ യുഎസിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടാകുന്നത് എന്ന് കാണാം. അപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയും സ്വർണ്ണവിലയും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തിക മേഖല നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടാവില്ല. പക്ഷേ സാമ്പത്തിക മേഖലയിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങളോ അനിശ്ചിതത്വങ്ങളോ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിലെല്ലാം സ്വർണ്ണവില കുതിച്ചുയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ, എന്തിന് ലോകത്തിലെ ഗവൺമെൻറ്റുകൾ പോലും അവരുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണാം. കാരണം ആ പണത്തിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആഗോളമായിട്ട് സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള റിസ്ക്കുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം. പല സമയത്തും സ്റ്റോക്ക് മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകളൊക്കെ തകരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ അത് ബാധിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. കാരണം സ്വർണ്ണത്തിൻ്റെ വിലയെ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കോ ഗവൺമെൻറ്റുകൾക്കോ ഒന്നും നേരിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും സാധിക്കുകയില്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായി നമ്മുടെ പണം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അനിശ്ചിതാവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഷെയർ മാർക്കറ്റിൽ നിന്നും ഗവൺമെൻറ് ബോണ്ടുകളിൽ നിന്നുമെല്ലാം അവരുടെ പണം പിൻവലിച്ച് അതെല്ലാം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ മാർക്കറ്റിൽ സ്വർണ്ണത്തിന് വലിയ രീതിയിൽ അതിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിനും അതിൻ്റെ ഭാഗമായി അതിൻ്റെ വില മുകളിലേക്ക് പോകുന്നതിനും കാരണമാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് വലിയൊരു ഡിമാൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെ നമുക്ക് ഒന്നാമത്തെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സാമ്പത്തിക മേഖല വലിയ ചില പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ ഓഫീസുകൾ, അമേരിക്കൻ ഗവൺമെൻറ് ഒരു ഷട്ട് ഡൗണിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇന്ത്യൻ രൂപയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കറൻസി ഇൻഡെക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൻ്റെ വില കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ മൂല്യം പറയുന്നത് എപ്പോഴും അമേരിക്കൻ ഡോളറിലാണ്. അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വർണ്ണം വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ ഉയരുന്നുണ്ട്. അത് ഈ സ്വർണ്ണവില ഉയരുന്നതിൻ്റെ ഒരു കാരണമാണെന്ന് മനസ്സിലാക്കാം. ഇനി അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ സാധിക്കും. അത് അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികളെല്ലാം അമേരിക്കൻ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അത് US ഡോളറിൻ്റെ മൂല്യവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ അമേരിക്കൻ പൊളിറ്റിക്സും അമേരിക്കൻ എക്കോണമിയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കയുടെ മേലുള്ള മറ്റുള്ള ആളുകളുടെ ആ ഒരു ട്രസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് US ബോണ്ടുകൾ വിറ്റഴിച്ച് ആളുകൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. മാത്രമല്ല അമേരിക്ക സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും അവരുടെ ഫെഡറൽ റിസർവ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റുകൾ താഴേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടി ആളുകളും രാജ്യങ്ങളുമെല്ലാം അവരുടെ കയ്യിലുള്ള US ട്രഷറി ബോണ്ടുകൾ വിറ്റ് കളയുകയും അതിന് പകരമായിട്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിനും വില ഉയരുന്നതിനും അമേരിക്കൻ പൊളിറ്റിക്സിനും അമേരിക്കൻ എക്കോണമിക്കും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി സ്വർണ്ണവില ഉയരുന്നതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളെല്ലാം വലിയ രീതിയിൽ സ്വർണം വാങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്തിലെ മുഴുവൻ സ്വർണ്ണം നോക്കുകയാണെങ്കിൽ അതിൻ്റെ 20%, അതായത് 1/5 സ്വർണ്ണവും സെൻട്രൽ ബാങ്കുകളുടെ കയ്യിലാണ് എന്ന് കാണാം. ഈ ബാങ്കുകളെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതൽ സ്വർണം വാങ്ങി ശേഖരിച്ച് വെക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ചൈനയിലെ പീപ്പിൾസ് ബാങ്ക്, ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം RBI ഒക്കെ സ്വർണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രെൻഡായിരുന്നു കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്നത്. അതായത് ഒരു 2000 കാലഘട്ടമൊക്കെ നോക്കുകയായിരുന്നെങ്കിൽ ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളെല്ലാം നെറ്റ് സെല്ലർ ഓഫ് ഗോൾഡായിരുന്നു. ഓരോ വർഷവും 1000 ടണ്ണിനടുത്ത് സ്വർണം വെച്ച് അവർ മാർക്കറ്റിലേക്ക് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വർണം വാങ്ങിക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ തന്നെ RBIയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2025 നമ്മുടെ ടോട്ടൽ ഗോൾഡിൻ്റെ മൂല്യം $100 ബില്യൺ മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഏകദേശം 880 ടൺ സ്വർണ്ണമാണ് RBIയുടെ ശേഖരത്തിൽ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ടോട്ടൽ ഫോറക്സ് റിസർവിൻ്റെ 7 മുതൽ 8% വരെ മാത്രം സ്വർണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 14 മുതൽ 15% വരെയായിട്ട് ഉയർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ട്രെൻഡ് മറ്റു രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സംശയം ഉയർന്നു വരികയാണ്, എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ബാങ്കുകളെല്ലാം ഇങ്ങനെ സ്വർണം വാങ്ങാൻ തുടങ്ങുന്നത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയും US ഡോളറും US എക്കോണമിയും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു 2000 കാലഘട്ടമൊക്കെ നോക്കുകയായിരുന്നെങ്കിൽ ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളുടെ ടോട്ടൽ റിസർവിൻ്റെ ഏകദേശം 72% US ഡോളറോ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളോ അസറ്റുകളോ ഒക്കെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ 2025 അത് വെറും 55% താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ ഡോളറിനോടുള്ള വിശ്വാസ്യത കുറയുന്നു, അതുപോലെ തന്നെ അമേരിക്കൻ ട്രഷറി ബോണ്ടുകളോടോ മറ്റ് അസറ്റുകളോടോ ഒക്കെയുള്ള വിശ്വാസ്യത കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുമായിട്ട് ഇത്തരം രാജ്യങ്ങളെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ആ ഡോളറിലേക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളിലേക്കുള്ള ആക്സസ് ഇല്ലാതാവുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2022 റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടാകുമ്പോൾ റഷ്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം US ഡോളറിലും അതുപോലെ തന്നെ യൂറോപ്യൻ കറൻസികളിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറ്റുകളിലുമായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ അതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ഫ്രീസ് ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുന്നു. റഷ്യയ്ക്ക് അവരുടെ വിദേശ നാണ്യ ശേഖരത്തെ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് രാജ്യങ്ങളെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യാൻ കൂടി അമേരിക്കൻ ഡോളറോ അല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റിസർവുകളെല്ലാം എടുത്തു മാറ്റി ഗോൾഡിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കുകൾ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കുകളൊക്കെ ടൺ കണക്കിന് സ്വർണ്ണം ഇങ്ങനെ വാങ്ങാൻ തുടങ്ങുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വലിയ രീതിയിൽ ഉയരുകയും അത് സ്വർണ്ണവില മുകളിലേക്ക് പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ സ്വർണ്ണവില ഉയരുന്നതിൻ്റെ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പവും കുറച്ചും കൂടി സുരക്ഷിതവുമായി മാറിയിരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ആളുകൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണം മേടിക്കുമ്പോൾ 2 റിസ്ക്കുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേന്ന് പറയുന്നത് കോയിനുകളായിട്ടോ ഗോൾഡ് ബാറുകളൊക്കെ ആയിട്ടോ ഈ സ്വർണ്ണം വാങ്ങിക്കഴിയുമ്പോൾ അത് സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പണം മുടക്കി ലോക്കർ ഫെസിലിറ്റികളൊക്കെ വാങ്ങിയിട്ട് ഈ സ്വർണ്ണം സൂക്ഷിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ഈ വാങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റി എത്രത്തോളമാണെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ആയിരുന്നു. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡിജിറ്റലായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് സ്വർണ്ണം വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ ഫണ്ടുകൾ അതിന് തുല്യമായിട്ടുള്ള സ്വർണ്ണം മേടിച്ച് അവർ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടോ അത് സൂക്ഷിക്കുന്നതിൻ്റെ റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ രീതിയിലുള്ള ആശ്വാസം ആളുകൾക്ക് കിട്ടുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ലോകത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വെറും 1.9% മാത്രം ഇത്തരത്തിലുള്ള മേഖലകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 2.6% ഉയർന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം $64 ബില്യൺ നിക്ഷേപമാണ് ഇത്തരം മേഖലകളിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 6 മടങ്ങിൻ്റെ വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതും ഗോൾഡിൻ്റെ ഡിമാൻഡിനെ ഉയർത്തുകയാണ്. ഇനി ഈ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതാണ് ഒരു കൾച്ചറൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത്, കേരളം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനത്ത് ആളുകൾ ആഭരണങ്ങളായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത്. അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വർണ്ണ ആഭരണം വാങ്ങുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു RBIയുടെ കയ്യിലുള്ള മുഴുവൻ സ്വർണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 880 ടണ്ണോളമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളുടെ മുഴുവൻ സ്വർണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 25,000 ടണ്ണാണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ സ്വർണ്ണത്തിൻ്റെ 95% നമ്മുടെ ഹൗസ് ഹോൾഡുകളിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളുടെ സ്വർണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആദ്യത്തെ 10 സെൻട്രൽ ബാങ്കുകളിലുള്ള സ്വർണ്ണത്തേക്കാൾ കൂടുതലാണ് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഉത്സവ സീസണിൻ്റെ ഭാഗമായിട്ട്, കല്യാണ സീസണിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിൽ സ്വർണ്ണം വാങ്ങാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അത് ഡിമാൻഡ് ഉയരുന്നതിനും വില ഉയരുന്നതിനുമൊക്കെ കാരണമാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, അത് സീസണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഹൈക്ക് മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സ്വർണ്ണവില ഇത്രയും കുതിച്ചുയരുന്നതിന് പിന്നിൽ ഇത് വലിയൊരു ഫാക്ടറല്ല, മറ്റ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫാക്ടറുകളാവുന്നത് എന്നുള്ളതും തിരിച്ചറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങളുള്ളത് കൊണ്ട് സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പുണ്ടാകുന്നത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിൻ്റെ ഭാവി എന്താണ്? ഇനി അങ്ങോട്ട് സ്വർണ്ണത്തിൻ്റെ വില കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്, അതോ ഈ രീതിയിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ ഒരു മാസത്തിനുള്ളിലോ 6 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ ഈ വിലയ്ക്ക് എന്ത് സംഭവിക്കുമെന്നും നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. പക്ഷേ ഒരു ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം 15 വർഷം 20 വർഷത്തിനുള്ളിൽ എന്ത് വന്നാലും സ്വർണ്ണത്തിൻ്റെ വില മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഷോർട്ട് ടൈമിൽ ഈ സ്വർണ്ണവിലയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 2 രീതിയിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡും വിലയും മുകളിലേക്ക് പോകുന്നത് എന്നുള്ള പല കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ കാരണങ്ങളിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിമാൻഡും വിലയും താഴേക്ക് വരുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കായിട്ടും ഒരു സ്റ്റെബിലിറ്റി വരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ ഗോൾഡിൽ നിന്നുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ വില കുറയാം. ഇനി അതല്ല, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു, ആഗോള സാമ്പത്തിക മേഖലയിൽ ഇപ്പോഴുള്ള അനിശ്ചിതത്വങ്ങളെല്ലാം മാറിയിട്ട് നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റിയും ഉയർച്ചയും കൈവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ അങ്ങോട്ടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൻ്റെ ഡിമാൻഡ് കുറയാം. ഇനി അതുമല്ല, ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളെല്ലാം ഗോൾഡിന് പകരം മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലുള്ള സ്വർണ്ണം വിൽക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ കാരണങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഭാഗമായി സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡിലും വിലയിലും എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാവുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചരിത്രം പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയർന്നതിന് ശേഷം എന്ത് ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ സ്വർണ്ണത്തിൻ്റെ വിലയിൽ പലപ്പോഴും ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ 1970-80 കാലഘട്ടങ്ങളിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് അമേരിക്ക പിന്മാറിക്കഴിഞ്ഞപ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുകയും അതിനുശേഷം സ്വർണ്ണവിലയിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടാവുകയും നമുക്ക് കാണാം. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഭാഗമായി സ്വർണ്ണവില ഉയരുകയും 2010 കൂടി അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. 2020 കോവിഡിൻ്റെ സമയത്തും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, ഇവിടെയൊക്കെ കറക്ഷൻ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വർണ്ണവിലയിൽ വലിയൊരു ഇടിവ് സംഭവിച്ചു എന്നല്ല പറയുന്നത്. വില കുത്തനെ ഉയരുകയും അവിടെ നിന്ന് ചെറിയ രീതിയിലും താഴേക്ക് വരികയും സ്റ്റേബിൾ ആയതിനു ശേഷം വീണ്ടും ചെറിയ രീതിയിൽ ഉയരാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഈ കറക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്രത്തിലെ സ്വർണ്ണവിലയെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു മറുപടി കൊടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമത് മറ്റൊരു രീതിയിലും ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സിവിലൈസേഷനും സ്വർണവുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ ഈ അടുത്ത കാലത്ത് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലം വരെ ആളുകൾ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും അത് ബാങ്ക് ലോക്കറിൽ വെക്കുകയും അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയും ചെയ്യുന്നതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ആളുകൾ ഗോൾഡ് കോയിനായിട്ടും ഗോൾഡ് ബാറായിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റലായിട്ട് ഗോൾഡ് ETF-ലൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തുടങ്ങി. സ്വർണ്ണത്തെ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഡിമാൻഡ് ഉയരുന്നത് ഈ അടുത്ത കാലത്തൊന്നും കുറയാൻ സാധ്യതയില്ല എന്നാണ് പലരും പറയുന്നത്. ഇനി അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റുകളൊക്കെ ആയിട്ട് ആളുകൾക്കുള്ള ആ ഒരു ട്രസ്റ്റ് വലിയ രീതിയിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ആ ഒരു ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു രീതിയിലേക്കുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. ഇനി US ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആളുകൾക്ക് ലോകത്തിലെ ഗവൺമെൻറ്റുകളോട് പൊതുവെയുള്ള ഒരു ട്രസ്റ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ലോകത്തിൻ്റെ പബ്ലിക് ഡെറ്റ് നോക്കുകയാണെങ്കിൽ 2024 അത് $102 ട്രില്യൺ ആയിരുന്നു എന്ന് കാണാം. 2029 ആകുമ്പോൾ വേൾഡ് GDP-യുടെ 100% ഈ ഡെറ്റ് ഉയരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബോണ്ടുകളോടൊക്കെയുള്ള വിശ്വാസ്യത ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, എല്ലാ സംഭവങ്ങൾക്കും മുകളിൽ ഗവൺമെൻറ്റിനുള്ള ഒരു ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഗോൾഡിനോട് ഇപ്പോഴുള്ള ഈ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാനും അതിൻ്റെ ഭാഗമായി ഗോൾഡിൻ്റെ ഡിമാൻഡിൽ വലിയ കുറവുകളൊന്നും ഉണ്ടാവുകയും ഇല്ല എന്നാണ് പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോക സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സിവിലൈസേഷനും ഗോൾഡുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വലിയൊരു ഷിഫ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് മുകളിലേക്ക് പോകുന്ന കാരണങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടോ സ്വർണ്ണവിലയുടെ ആ ഒരു ഹിസ്റ്ററി അനലൈസ് ചെയ്തുകൊണ്ടോ മാത്രം ഇതിനൊരു ഉത്തരം പറയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എങ്ങോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡിനെയും അതിൻ്റെ വിലയെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഇത്രയും വലിയൊരു ഉയർച്ച ഉണ്ടായതെന്നും ഈ സ്വർണ്ണവിലയുടെ ഭാവിയെപ്പറ്റി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള 2-day ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സീറ്റുകൾ എത്രയും പെട്ടെന്ന്
ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.